ഇനി നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ റൗണ്ടാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ടോപ്പ് സിംഗറിലെ മിടുക്കി കുട്ടി എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയ കുട്ടി ഓൺ സ്റ്റേജ്. എന്തൊരു വിശേഷങ്ങള്? വിശേഷം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ദികുടി, എന്താ കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്രക്കിടയിൽ ആകസ്മികമായിട്ട് വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ജോർജ് കുര്യൻ സാറിനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ടോപ്പ് സിംഗർ കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്, ചിലപ്പോൾ രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നത് ടോപ്പ് സിംഗർ കണ്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു താരാട്ട് പാട്ട് പോലെയാണ് അദ്ദേഹത്തിന് ടോപ്പ് സിംഗർ എന്നാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു പേര് ആരുടെയാണെന്ന് അറിയാമോ? അതെ അതെ. അപ്പൊ ദിയയുടെ പെർഫോമൻസസ്, നമ്മുടെ പല കുഞ്ഞുങ്ങളുടെയും പേര് പറഞ്ഞു, അതിൽ മെയിനായിട്ട് എടുത്തു പറഞ്ഞ ദിയയുടെ പേരാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര പ്രൗഡായി. നമ്മുടെ കുഞ്ഞുങ്ങളെ അദ്ദേഹം കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1 തൊട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അഭിമാനമായി. നമുക്ക് ടോപ്പ് സിംഗറിന് ഒരു വലിയൊരു ഓണറാണ് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ കാണുന്നു പറഞ്ഞ്. അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരമുണ്ട് ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 അല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഏത് പാട്ട് പാടിയ ദിയ കുട്ടി ഞെട്ടിക്കുന്നേ? സ്വപ്നങ്ങളെ ദക്ഷിണാമൂർത്തി ലിറിക്സ് ആരാണ്? വയലാർ രാമവർമ്മ സാർ, പാടിയത് യേശുദാസ് സാറും പി ലീലാമ്മയും. വർഷം 1965, ചിത്രം ഫിലിം കാവ്യമേള. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ സോങ്. ബ്യൂട്ടിഫുൾ സോങ്, ക്ലാസിക് ആണ്. ഇപ്പൊ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമാണ് സ്വപ്നത്തിനെ പറ്റി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ വിടാത്തതാണ് സ്വപ്നം. തീർച്ചയായിട്ടും ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് റിയാലിറ്റി ആവണം. ദ ഡ്രീം ഹാസ് ടു കം ട്രൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റൂല, ഹാർഡ് വർക്ക് ചെയ്യണം. കേട്ടോ, അതാണ്. അപ്പൊ ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഈ സ്വപ്നങ്ങൾ പാടട്ടെ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ദൈവങ്ങളില്ല മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല, സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ
അങ്ങനെയല്ല. വർണ്ണങ്ങളാലെത്ര വാർമഴവില്ലുകൾ തീർത്തു. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങളിൽ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. വാട്ട് എ സോങ്. ആഹാ, നമ്മളെല്ലാരും മുന്നോട്ട് പോകുന്ന സ്വപ്നങ്ങൾ കണ്ടോടാണ് അല്ലേ ദീകുട്ടി? അതെ. ദീകുട്ടിയുടെ ഇപ്പോഴത്തെ സ്വപ്നം എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്വപ്നമില്ലേ? അങ്ങനെയൊന്നുമില്ലേ? ഫ്യൂച്ചറിനെ പറ്റി ഒരു സ്വപ്നമില്ല? പാട്ടുകാരിയാവണം ആ, അങ്ങനെ. അതുണ്ട്. അതന്നെ. എങ്ങനെയുള്ള ഒരു ആളാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ ആവണമെന്നുണ്ട്. അത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരുമിച്ച് അത് ഇത്തിരി കൊണ്ടുപോകാൻ. ബുദ്ധിമുട്ടാണ്. സത്യസന്ധമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഡോക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതെ. വിളിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറക്കം ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ റെക്കോർഡിങ്ങിന് ആരെയും വിളിച്ചു കഴിഞ്ഞാൽ ആ ദിവസം സർജറി ഉണ്ടാവും. അതെ, അങ്ങോട്ട് പോകേണ്ടി വരും, അങ്ങോട്ട് പാട്ട് പാടാൻ പോകണം, സർജറിക്ക് പോകണം. പല പല ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, Shift, ഡേ അതെ, ഷിഫ്റ്റ്, ഉറക്കം ഉണ്ടാവില്ല. അങ്ങനെ പഠിക്കാനാണെങ്കിലോ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും. പ്രാക്ടിക്കല്, അത് ഇത് മറിച്ചത് എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടാൻ എവിടെ സമയം? ഇത് കണ്ടില്ലേ, ഒരാള് എഞ്ചിനീയറിംഗ് ജോലിയൊക്കെ ഉപേക്ഷിച്ച് എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും എംജെ അങ്കിൾ നോക്കിയത് കേട്ടോ. അതായത് എഞ്ചിനീയറിംഗ് എന്നെ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആ, പക്ഷെ പാട്ട് സംഗീതം ചെയ്ത് ജീവിക്കുന്നത്. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്. സ്പേസിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. സ്പേസ് Space പോണം. പോണം. ആ. സ്പേസിൽ അന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വരും. കാലങ്ങൾ കഴിയല്ലോ. അതെ, കാലങ്ങൾ കഴിയും, തിരിച്ചു വരും. അപ്പത്തേക്കും പല ആൾക്കാരും റെക്കോർഡിങ്ങിന് പലരും ആ സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും. സുനിത വില്യംസിനെ പോലൊക്കെ പോയിട്ട് കുറെ വർഷം അതെ. കഴിഞ്ഞിട്ട് തിരിച്ചു അതെ. വരാനാണോ? ഉം. അതാണ് പരിപാടി. അതെ, ദിയക്കുട്ടിയുടെ Astronaut ആണ്. ആഗ്രഹങ്ങളല്ലേ. Astronaut ആവാനാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെ ആഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു യുവർ ഗിഫ്റ്റ് ഇസ് മ്യൂസിക്. യെസ്, ഇത്ര നന്നായിട്ട് പാടാനുള്ള കഴിവ് ദൈവം തന്നിട്ട്. അപ്പൊ ആ ഗിഫ്റ്റിനെ നമ്മൾ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, സ്വപ്നങ്ങൾ ഉണ്ടാവണം. സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ വെറും നിശ്ചലമാണ്, ശൂന്യമാണ് ഈ ലോകം. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നിശ്ചലമാണ് അല്ലെ? ആര്യയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിരിക്കണം എന്നുള്ള സ്വപ്നം. അതാണ് എന്റെ സ്വപ്നം. അതും ഒരു സ്വപ്നമാണ്. അതെ. ഓക്കെ, മധുവിന്റെ സ്വപ്നം? ഞാൻ സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏറ്റവും ആഗ്രഹം മിലിറ്ററിയിൽ പോകണമെന്നായിരുന്നു. പാട്ടുകാരനല്ലേ? അല്ല, ആയിരുന്നു ആദ്യം. പിന്നെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ പാട്ടുകാരനാവണമെന്നായി. ആഗ്രഹം മാറിക്കൊണ്ടേയിരുന്നു ഓരോ 5 വർഷത്തിലും. മാറിക്കൊണ്ടിരിക്കും ചിലപ്പോ. എന്റെ സ്വപ്നം ബീങ് എ ഗുഡ് പേഴ്സൺ. അതാ എന്റെ സ്വപ്നം. അത് അത്ര അതിപ്പോ already ആണല്ലോ. ഇനിയിപ്പോ എന്ത് സ്വപ്നം ഇനി എന്തിന്? അല്ലല്ല, അത് അങ്ങനെ നമ്മൾ ഇരിക്കാൻ വലുതാവും തോറും അത് കുറച്ച് ഹാർഡാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരുടെ അടുത്തും നന്നായി പെരുമാറാനും അതൊക്കെ കുറച്ച് ടഫാ ആക്ച്വലി. അപ്പൊ അതാ എന്റെ സ്വപ്നം. ആണല്ലേ? അതെ. ഇത് മാത്രമല്ല, നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വപ്നം കാണാൻ പറ്റും. അതെ. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ മാത്രമല്ല, മറ്റൊരാൾ നമുക്ക് വേണ്ടി കാണുന്ന സ്വപ്നവും ആ സ്വപ്നം റിയാലിറ്റി ആയിട്ട് വരുന്ന അങ്ങനെ ഒരു സ്വപ്നത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, എൻ്റെ അമ്മ കണ്ട സ്വപ്നമാണ് ഞാനൊരു മ്യൂസിക് കമ്പോസർ എന്നുള്ളത്. അതാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുണ്ട് അല്ലെ? അപ്പൊ സ്വപ്നങ്ങളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വയലാറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള lyrics, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗീതം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലാപനം, ഇതെല്ലാം കൂടെ ചേരുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്രശലഭങ്ങൾ നിങ്ങൾ എന്ന് പാടിയില്ലേ? അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ, പെറ്റു വളർത്തിയ ചിത്രശലഭങ്ങൾ നിങ്ങൾ. ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ. അതിലെ രാഗഭാവം, അതായത് ഷൺമുഖപ്രിയ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗിനിങ്ങിലുള്ള എനിക്ക് പല സ്ഥലങ്ങളിലും ഇതുവരെ ദിയയുടെ നിന്ന് കാണാത്തൊരു കാര്യം കണ്ടു. അതായത് ശ്രുതി ചേരാതിരിക്കുക. കുറച്ച് ഷാർപ്പായിരുന്നു പല സ്ഥലത്തും. അത് മോണിറ്ററിന്റെ കുഴപ്പമാണോ, ഇന്നിയേഴ്സിന്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ അങ്ങനെ വന്നിട്ടേ ഇല്ല അല്ലേ ഇതുവരെയും? സംഭവിക്കാത്ത കാര്യമാണ്. അപ്പൊ അത് ഫ്ലാറ്റ് അല്ല, ഷാർപ്പാണ്. അപ്പൊ ഇങ്ങനെ ചേരാതിരിക്കുമ്പോഴേ, ആ രാഗത്തിൽ അങ്ങനെ ചേരാതിരിക്കുമ്പോൾ ആ സ്വപ്നത്തിനോടുള്ള അനുരാഗം നമുക്ക് കിട്ടാതെ വരും. പിന്നെ രാഗഛായകൾ, ഷഹാന എന്ന് പറഞ്ഞ രാഗം
ശരിക്കും അത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് പാടാൻ പറ്റുക. എന്നാലും ദിയക്കുട്ടി അതൊന്നും പഠിക്കാതെ മാക്സിമം അത് നന്നാക്കാനായിട്ട് ടാലന്റ് കൊണ്ട് മാത്രം അത് നന്നാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് Yes, വലിയ കൈ തീർച്ചയായും. കൊടുക്കണം. താങ്ക് യു സർ. എനിക്ക് അവസാനത്തെ ഇന്ദ്രനീലം അതും വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അപ്പൊ ഷഹാനയിലേക്ക് നമുക്ക് പതുക്കെ പഠിച്ച് ആ ഷഹാനയുടെ സ്റ്റെപ്പുകൾ കയറി പോകാം. ഓക്കെ സർ. ഓക്കെ. അപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കണം ദിയ. യു ക്യാൻ ബിക്കം എ മ്യൂസീഷ്യൻ എമംഗ് ഡോക്ടേഴ്സ്, ഒരു ഡോക്ടർ എമംഗ് മ്യൂസീഷ്യൻസ്. അപ്പൊ പക്ഷെ മ്യൂസിക് ഒരിക്കലും വിടല്ല. യെസ്. പ്രോമിസ്. അതെനിക്കും വേണം ആ പ്രോമിസ്. 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 ഓഡിയൻസും പ്രോമിസ് ചെയ്യണം, ആ മ്യൂസിക് പ്രോമിസ്. ഒരിക്കലും വിടില്ല. മ്യൂസിക് ഒരിക്കലും വിടൂല. വിടില്ല. വിടൂല. അതാണ് എന്റെ ശക്തി, അതാണ് എന്റെ ശക്തി, അതാണ് എന്റെ ഗിഫ്റ്റ്. അതാണ് എന്റെ ഗിഫ്റ്റ്. അതില്ലാതെ ഞാനില്ല. അതല്ലാതെ ഞാനില്ല. ദിയാക്കുട്ടി എന്തോ പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. ഈ ഷഹാന എം ജി ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിന് കുറച്ചും കൂടി രാഗഛായ വരാനുണ്ട്, കുറച്ചും കൂടി അതിൻ്റെതായ തനിമ വരാനുണ്ട് രാഗത്തിന്റെ. ഇടയ്ക്കൊരു വിട്ടുപോയില്ല, ഒരു 3 ഗമകം ശ്വാസം കിട്ടാണ്ട് സ്വപ്നങ്ങൾ അത്രയായിപ്പോയി. സ്വപ്നങ്ങൾ തുണ്ടുവല്ലവി വന്നപ്പോ അല്ലെ, സൗന്ദര്യ സങ്കല്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല, അത് ഒരുമിച്ച് വന്നാലാണ് അതിന്റെ ഭംഗി. ബ്രത്ത് എടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് അതിന്റെ ഭംഗി പോകും. ഒന്ന് പാടിയേ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല, സൗന്ദര്യ സങ്കല്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല, അങ്ങനെ ചേർന്ന് വന്നാലേ അതിന്റെ ഭംഗിയുള്ളൂ. അവിടെ സൗഗന്ധികമായിട്ട് കട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഭംഗി പോവും. അത്രയും ഭാഗം ഒരുമിച്ച് വന്നാലേ അതിന്റെ ഭംഗി കേട്ടോ. പിന്നെ താഴികക്കുടം അതൊന്ന് പാടി. ചന്ദ്രിക പൊൻതാഴികക്കുടം. ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നൂടിന്ന് ട്രൈ ചെയ്താൽ ശരിക്കും നന്നായിട്ട് പാടാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് ശ്രുതി അവിടെ കുറച്ച് ഷാർപ്പായി. ഇത് സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ദിയക്കുട്ടിക്ക്. അപ്പൊ ഈ രാഗങ്ങൾ പഠിക്കാത്തതിന്റെ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും നന്നായിട്ട് ഇത് പാടാൻ സാധിച്ചത്. അതെ, ആ ഒരു ടാലന്റ് ജന്മനാ കിട്ടിയിരിക്കുന്ന ആ ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതെ അതെ, ചിലർക്ക് ഇത് അത്രയും പോലും പറ്റില്ല. ഓക്കെ, സോ യു ആർ ഗിഫ്റ്റഡ്. ഗിഫ്റ്റഡ് മാത്രമല്ല, യു ആർ വെരി ബ്ലെസ്ഡ്. ദിയക്കുട്ടി എന്താ ചേച്ചി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ. എനിക്ക് ആ ഒരു അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല രസത്തിൽ വന്നു. പറഞ്ഞതുപോലെ ഈ രാഗത്തിന്റെ ചില കുനുക്കുകളും കുറച്ച് സാധനങ്ങളും ഒക്കെയാണ് മിസ്സായത്. അതെന്നാലും മാക്സിമം ദിയക്കുട്ടി ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. ദിയക്കുട്ടിയുടെ കഴിവിന്റെ പരമാവധി ഒപ്പിയെടുത്തിട്ടാണ് പാടിയിട്ടുള്ളത്. ആ ഒരു എഫേർട്ടിന് ഒരു കയ്യടി എന്തായാലും. ഞാനറിയാതിന്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ, 700 വർണ്ണങ്ങളാൽ എത്ര വാർമഴവില്ലുകൾ തീർത്തു. മിടുക്കിയായിട്ട് പാടി. നല്ല നല്ല പോർഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ഭാഗങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാഗം പഠിക്കാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് ചിലപ്പോൾ കേട്ടാൽ പോലും മനസ്സിലാവില്ല. അത്രയും അതുപോലെ തന്നെ ദിയക്കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ രാഗം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കുറച്ചും കൂടെ എന്താണെന്നുള്ള ഡീറ്റെയിൽസിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ. ഇത് എനിക്കൊന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഇപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. ആൻഡ് ഈ പാട്ട് സ്വപ്നങ്ങളെ പറ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഞാനിത് ഷോന് പോകുമ്പോ പാടാറുണ്ട്. നമ്മൾ സാധാരണ പുതിയ അടിച്ചുപൊളി പാട്ടുകൾ പാടുന്നതിന്റെ ഇടയിൽ ഇങ്ങനത്തെ പാട്ടുകൾ പൊതുവെ അവതരിപ്പിക്കാറില്ല. പക്ഷെ എന്നാലും എന്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ മെലഡി പാടണം അല്ലെങ്കിൽ പഴയ പാട്ട് പാടണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്ന പാട്ട് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്നുള്ള പറഞ്ഞ പാട്ട്. അത് അതിന്റെ വരികളും കൂടെയാണ്. അതിന്റെ പ്രത്യേകത എന്താ പറയാ, സ്വപ്നം കാണുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തുടങ്ങും ഞാൻ. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്
ദിയക്കുട്ടി പാടിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു All the ചേച്ചി. best. താങ്ക് യു. ദി ഗുഡ്സ്. എന്താ സാർ? ഇന്ന് ദി ഗുഡ്സിന് 97 100. താങ്ക് യു സാർ. സ്വപ്നങ്ങളെ നിങ്ങൾ ദിയക്കുട്ട, ഓൾ ദ വെരി വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. പോയി സ്വപ്നം കണ്ടോ? ബൈ ബൈ, ഗുഡ് Bye, good നൈറ്റ്. night. നൈറ്റ്. മനുഷ്യ